നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചത്തോളമായി ഇറാനു നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ശേഷം സംഘർഷത്തിന് താൽക്കാലിക അറുതി വന്നിരിക്കുകയാണ്. മിസൈൽ ശേഖരത്തിൽ കുറവ് വന്നതാണ് ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെയാണ് ട്രംപ് യുദ്ധത്തിലെ സഖ്യകക്ഷിയായ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. US ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ അവരുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി തൽക്കാലം നിർത്തിവെക്കുകയാണെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. പലതവണ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ലംഘിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ നീക്കങ്ങളും വളരെ ജാഗ്രതയോടെയാണ് രാജ്യങ്ങൾ കാണുന്നത്. കൂടുതൽ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് അയച്ച് ഇറാനു നേരെ ട്രംപ് ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തി വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി വെടിനിർത്തൽ എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇറാനു നേരെയുള്ള ആക്രമണത്തെ ട്രംപ് ന്യായീകരിക്കുകയാണ്. ഇറാനെതിരെ US വലിയ വിജയമാണ് നേടുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കാരണവശാലും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഭ്രാന്തന്മാരുടെ കയ്യിൽ ആണവായുധം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ സുരക്ഷിതമാക്കുകയാണ് എന്നാണ് മിഷിഗണിൽ ട്രംപ് പറഞ്ഞത്. ഇറാനെതിരെ ഞങ്ങൾ വലിയ വിജയം നേടിയിട്ടുണ്ട്. അവർക്ക് ഒരിക്കലും ആണവായുധം ഇല്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേസമയം യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്താൻ അമേരിക്ക പാടുപെടുകയാണെന്ന് ഇറാൻ പരിഹസിക്കുകയും ചെയ്യുന്നു. US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെയും മറ്റു മുതിർന്ന ഉപദേശകരുടെയും ശുപാർശയെ തുടർന്നാണ് ട്രംപിന് മനംമാറ്റമുണ്ടായതെന്നാണ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 ആഴ്ച നീണ്ടുനിന്ന ശക്തമായ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ ആക്രമണശേഷി ഗണ്യമായി തകർക്കാൻ സാധിച്ചുവെന്നും വ്യോമാക്രമണത്തിലൂടെ ലക്ഷ്യമിടാൻ സാധിക്കുന്ന സ്ഥലങ്ങളുടെ പരിധി കഴിഞ്ഞുവെന്നുമാണ് US സെൻട്രൽ കമാൻഡ് മേധാവി ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത്. പുതിയ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉപദേഷ്ടാക്കളുമായും സൈനിക ഉദ്യോഗസ്ഥരുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആക്രമണം നിർത്തിവെക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് വലിയ സൈനിക നടപടികളിലേക്ക് തിരികെ പോകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലായിരുന്നു ട്രംപ് എന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. വ്യാഴാഴ്ചയോടെ അദ്ദേഹത്തിന് മനംമാറ്റം വന്നുവെന്നും വെള്ളിയാഴ്ചയോടെ ആക്രമണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നുമാണ് US ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാൻ യുദ്ധത്തിൽ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ, പ്രതിരോധ സെക്രട്ടറി പെറ്റ് ഹെഗ്സേത്തിനും ട്രംപിനും ചില രഹസ്യ മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. പശ്ചിമേഷ്യയിലെ US സേനകളെയും സഖ്യകക്ഷികളെയും സംരക്ഷിക്കുക എന്ന USന് മുന്നിലുള്ള വെല്ലുവിളിയെ സംബന്ധിച്ചായിരുന്നു ഈ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൽ പുതിയ ക്രമീകരണത്തിനായി ഇറാനും ഒമാനും ചർച്ച നടത്തുന്ന വേളയിൽ ട്രംപ് ആക്രമണം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത് വളരെയധികം ശ്രദ്ധേയമാണ്. ആക്രമണം നടത്തിയ ശേഷം ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കം ട്രംപ് മുമ്പും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും വിജയം കണ്ടിരുന്നില്ല. ഇതേസമയം ഒമാനുമായുള്ള ചർച്ചയിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തമില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ട്രംപിന്റെ പുതിയ തീരുമാനം ഇസ്രയേലിനെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. സംയുക്ത സൈനിക നീക്കങ്ങൾക്ക് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ഇസ്രയേൽ. എന്നാൽ നിലവിലെ തീരുമാനം ട്രംപിന് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും കനത്ത ആക്രമണത്തിലേക്ക് USന് വീണ്ടും കടക്കേണ്ടി വരുമെന്നും ഇസ്രയേൽ നേതാക്കൾ പ്രതീക്ഷിക്കുന്നതായും ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US-ലേക്ക് എത്തിയിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അതേസമയം ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള വ്യോമാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇറാനുമായുള്ള യുദ്ധത്തിൽ തന്ത്രപരമായ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമാണെന്നാണ് മറ്റൊരു US മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്തത്. ആക്രമണങ്ങളിൽ വരുത്തിയ ഇടവേള ഒരു താൽക്കാലിക സമാധാന ശ്രമം മാത്രമാണ്. ഒമാൻ വഴിയുള്ള ചർച്ചകളിലൂടെ ഇറാനെ സമവായത്തിലെത്തിക്കാനുള്ള നീക്കമാണ് US നടത്തുന്നതെന്നും CNN പറയുന്നു. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ഊർജ്ജ സാമ്പത്തിക കേന്ദ്രങ്ങളെ തകർക്കുന്ന അതിശക്തമായ ആക്രമണത്തിലേക്ക് ട്രംപ് തിരിച്ചെത്തുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമുസ് അടച്ചിട്ടില്ലെന്നും തങ്ങൾ സുരക്ഷ നൽകുന്നുണ്ടെന്നും US അവകാശപ്പെടുമ്പോഴും 2 ആഴ്ച നീണ്ടുനിന്ന ശക്തമായ ബോംബാക്രമണങ്ങൾക്ക് ശേഷവും കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ വെറും വ്യോമാക്രമണം കൊണ്ട് മാത്രം ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന വിലയിരുത്തലാണ് പെന്റഗൺ. ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നതും ലോകത്തിലെ പ്രധാന എണ്ണക്കടത്തുപാതയായ ഹോർമുസ് സ്തംഭിച്ചതും US സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതിരിക്കാൻ ട്രംപിന് മേൽ കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടെന്നതും സംഘർഷം തൽക്കാലം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഇതേസമയം റിയാദിനെയും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചു. എന്നാൽ ഇതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും സൗദി ഏതെങ്കിലും രീതിയിൽ പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ ഖേദിക്കേണ്ടി വരുമെന്നും ഇറാൻ വ്യക്തമാക്കി.
ഇതേസമയം ഇറാൻ തങ്ങളുടെ പിക്കാക്സ് മൗണ്ടൻ ആണവ കേന്ദ്രത്തിൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണെന്നും ആണവ പദ്ധതിയെക്കുറിച്ച് നല്ല വിശ്വാസത്തോടെ ചർച്ച നടത്തുന്നില്ലെന്നും നെതന്യാഹു ആരോപിക്കുന്നുണ്ട്. ആരോപണത്തിന് ബലമേകുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നെതന്യാഹു കൈമാറുമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളിൽ പങ്കെടുക്കാനുമായിട്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിലേക്ക് എത്തിയത്. പശ്ചിമേഷ്യൻ മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് സൂചന. ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന രീതിയിൽ നേരത്തെ വാർത്ത പുറത്തുവന്നിരുന്നു. അന്തരിച്ച US സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങിലും നെതന്യാഹു പങ്കെടുക്കും. ടെഹ്റാനിൽ നിന്നുള്ള ഭീഷണികളെ നേരിടുക എന്നതാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. സ്വാഭാവികമായും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും സമാധാനം നിലനിർത്തുകയും ആണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം എക്സിൽ പങ്കിട്ട ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. വ്യക്തമായൊരു ലക്ഷ്യത്തോടെയാണ് കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത് എന്ന് നെതന്യാഹു പറയുന്നു. ഇസ്രയേലിന്റെ സുരക്ഷ, ഭാവി എന്നിവ ഇതിലൂടെ ഉറപ്പാക്കണം. ട്രംപ് രണ്ടാം തവണയും അധികാരമേറ്റതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള 8ാമത്തെ കൂടിക്കാഴ്ചയാണ് ഇത്. തന്റെ സുഹൃത്തായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഞാൻ വാഷിംഗ്ടണിലേക്ക് പോകുന്നു. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇതെന്റെ 8ാമത്തെ കൂടിക്കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെതൊരു വലിയ പദവിയാണ്. അതൊരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. സങ്കീർണമായ സമയങ്ങളിൽ നാം വലിയ ദൃഢനിശ്ചയത്തോടെയും വലിയ ജ്ഞാനത്തോടെയും പ്രവർത്തിക്കണം. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ സങ്കീർണമായ സമയങ്ങളിൽ നാം വലിയ ദൃഢനിശ്ചയത്തോടെയും വലിയ ജ്ഞാനത്തോടെയും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. മലയാളി വാർത്ത ഇൻസൈറ്റ്.